ഇൻഡിഗോ വിമാനത്തിൽ വീണ്ടും ബോംബ് ഭീഷണി സന്ദേശം. ദിബ്രുഗഡിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് പുറപ്പെട്ട വിമാനത്തിന്റെ ശുചിമുറിക്കകത്ത് ലിപ്സ്റ്റിക് കൊണ്ട് എഴുതിയ നിലയിലായിരുന്നു ഭീഷണി സന്ദേശം. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അർജുൻ, നേരത്തെ ഈ ശുചിമുറിയിൽ ടിഷ്യൂ പേപ്പറിൽ എഴുതിയ നിലയിൽ ഒരു ഭീഷണി സന്ദേശം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ വീണ്ടും ലിപ്സ്റ്റിക് കൊണ്ട് എഴുതിയ രീതിയിൽ മറ്റൊരു സന്ദേശം കൂടി ലഭ്യമാകുന്നു. ഇതെന്താണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തിയോ? അമൃത, ഇന്ന് ഇൻഡിഗോ വിമാനത്തിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ ബോംബ് ഭീഷണി സന്ദേശമാണിത്. ഇൻഡിഗോയുടെ 6C6894 എന്ന ദിബ്രുഗഡിൽ നിന്ന്, അസാമിലെ ദിബ്രുഗഡിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് പുറപ്പെട്ട വിമാനത്തിലാണ് യാത്രാ മധ്യേ തന്നെ ഈ ശുചിമുറിക്കകത്ത് ലിപ്സ്റ്റിക് കൊണ്ട് എഴുതിയ നിലയിൽ ബോംബ് ഭീഷണി സന്ദേശം കണ്ടെത്തിയത്. വിമാനം 7:40 കൊൽക്കത്തയിലെ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു. പിന്നീട് യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തിറക്കുകയും വിമാനം ഐസൊലേഷൻ ബേയിലേക്ക് മാറ്റി ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് ചെയ്യുന്നത്. നിലവിൽ ഇത് വ്യാജമാണോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. കാരണം ഇപ്പോഴും തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എയർപോർട്ട് അധികൃതർ നൽകും. യാത്രക്കാർ സുരക്ഷിതമാണ് എന്നുള്ള വിശദീകരണം നൽകിയിട്ടുണ്ട്. നേരത്തെ ഇൻഡിഗോയുടെ തന്നെ കൊൽക്കത്തയിൽ നിന്നും ഷില്ലോങ്ങിലേക്ക് പുറപ്പെടാനിരുന്ന വിമാനത്തിൽ ഇത്തരത്തിൽ ബോംബ് ഭീഷണി സന്ദേശം ശുചിമുറിക്കകത്തെ ഒരു ടിഷ്യൂ പേപ്പറിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അത് പരിശോധിച്ച ശേഷം വ്യാജമാണ് എന്നുള്ള കാര്യം കൂടി കണ്ടെത്തിയിരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ തുടർച്ചയായി വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിമാനങ്ങളിൽ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ വരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു അന്വേഷണം വൈകാതെ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അമൃത, ശരി. അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.